രണ്ടാം പ്രതിയാണ് മുരാരി ബാബു. ഇപ്പോൾ നിലവിൽ കേസിൽ SIT കസ്റ്റഡിയിലെടുക്കുന്ന ആദ്യത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണ്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നു. അതിന് തുടർച്ചയിൽ ഇപ്പോൾ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു എന്ന് പറയുന്നത്. ഇയാൾ ഹരിപ്പാടായിരുന്നു ഇപ്പോൾ ജോലി ഹരിപ്പാട് ദേവസ്വത്തിലായിരുന്നു ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്ന ഉടൻ തന്നെ. മാത്രമല്ല പെരുന്നയിൽ NSSന്റെ ഭാരവാഹി കൂടിയായിരുന്നു. അവിടെ നിന്ന് അവരും പുറത്താക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ രാത്രി പെരുന്നയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നു. ഇന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ ചോദ്യം ചെയ്യുന്നു എന്നതാണ്. ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ ഇയാളെ ചോദ്യം ചെയ്യും. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഇരുത്തി ഇയാളെ ചോദ്യം ചെയ്യും. ഇയാളുടെ അറസ്റ്റും ഉടൻ രേഖപ്പെടുത്തും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഷീജ, മുരാരി ബാബു കസ്റ്റഡിയിലായിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തിയ വ്യക്തി കൂടിയാണ് മുരാരി ബാബു എന്ന് പറയുന്ന അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ഇയാളെ എപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്? മനു, തീർച്ചയായും ഈ കേസിലെ അടുത്ത പ്രതിയിലേക്ക്, അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മുരാരി ബാബുവിനെ എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്തെ ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് ഇപ്പോൾ മുരാരി ബാബുവിനെ എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ഏതായാലും നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇവിടെ തന്നെയാണ് ഉള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം തന്നെ ഇരുത്തി മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളും ഇതിനകം തന്നെ പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ നിർണായകമായ ഒരു പങ്കുള്ള വ്യക്തി കൂടിയാണ് മുരാരി ബാബു എന്ന് പറയുന്നത്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് 2019 അന്ന് ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. ഈ മുരാരി ബാബുവാണ് സ്വർണ്ണപ്പാളിയല്ല ചെമ്പുപാളിയാണ് എന്നുള്ളൊരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു ഈ കേസിൽ വ്യാജ രേഖ ചവച്ചു എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു കൃത്യം മുരാരി ബാബുവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നതും ഈ ദേവസ്വം ഉദ്യോഗസ്ഥനായിരുന്ന ദേവസ്വം നിലവിൽ ഡെപ്യൂട്ടി കമ്മീഷണറാണ്, സസ്പെൻഷനിലാണെങ്കിൽ പോലും. അപ്പോൾ മുരാരി ബാബുവാണ്. ഈ മുരാരി ബാബുവിന്റെ ഈ 2019 നടപടിക്ക് പുറമെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ വീണ്ടും ഇടപെടലുകൾ മുരാരി ബാബു നടത്തി എന്നുള്ളതിന്റെ തെളിവ് അത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 2024 സമാനമായ രീതിയിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ സ്വർണ്ണപ്പാളികൾ നവീകരണത്തിന് വേണ്ടി കൊടുത്തുവിടുന്നതിന് വേണ്ടിയുള്ള ശുപാർശ അത് ദേവസ്വം ബോർഡിന് അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു നൽകിയിരുന്നു. അത് പക്ഷേ ദേവസ്വം ബോർഡ് തള്ളുകയായിരുന്നു, നിരാകരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരു തട്ടിപ്പ്, ഒരു കൊള്ള നടക്കാതെ പോയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും കേസിൽ അത്രത്തോളം നിർണായകമായ പങ്കുള്ള വ്യക്തി തന്നെയാണ് മുരാരി ബാബു. അതുകൊണ്ട് തന്നെയാണ് കേസിൽ രണ്ടാം പ്രതിയായി മുരാരി ബാബു എത്തുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് സൂചിപ്പിക്കേണ്ടത്. ഏതായാലും മുരാരി ബാബുവിനെ ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് പെരുന്നയിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ചിന്റെ ഈഞ്ചക്കലുള്ള ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി ഇരുത്തിക്കൊണ്ടുള്ള രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യൽ കൂടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്നായിരിക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയതിന് സമാനമായ രീതിയിൽ തന്നെ റാന്നി കോടതിയിലായിരിക്കും മുരാരി ബാബുവിനെയും ഹാജരാക്കേണ്ടി വരിക. ഏതായാലും കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ തന്നെ തുടർ നടപടികൾ അത് വേഗത്തിലാക്കുവാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് കൂടി കടക്കാൻ. ഈ കേസിൽ 8 ദേവസ്വം ഉദ്യോഗസ്ഥരാണ് പ്രതിപട്ടികയിലുള്ളത്. അതിൽ ആദ്യ സ്ഥാനക്കാരനാണ് മുരാരി ബാബു എന്ന് പറയുന്നത്. ആ മുരാരി ബാബുവിലേക്ക് തന്നെ ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. മനു, അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലെ ആദ്യത്തെ കസ്റ്റഡി അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നേരിട്ടെത്തുന്നത് ഇതാദ്യമായിട്ടുള്ള SIT-യിൽ.
തീർച്ചയായും മനു, ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് കടക്കുന്നത് ഇതാദ്യമായിട്ടാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ മറ്റൊരാൾക്കും ഒരു വിവരവും ലഭിക്കാത്ത തരത്തിൽ ഇവരുടെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തന്നെ ഷാഡോ ഉദ്യോഗസ്ഥർ ഇവരുടെ വീട് കേന്ദ്രീകരിച്ച് കൃത്യമായി നിരീക്ഷണം ഉറപ്പാക്കുന്നു. അതിനുശേഷം പ്രതികളെ കസ്റ്റഡി എടുക്കുന്നു. ആ ഒരു രീതിയാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിപ്പോകുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, ആദ്യ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തതും അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ രണ്ടാം പ്രതിയും ആദ്യ ദേവസ്വം ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ഈ കേസിലെ രണ്ടാം പ്രതി കൂടിയായിട്ടുള്ള മുരാരി ബാബുവിന്റെയും കസ്റ്റഡി എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത്. ഏതായാലും നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇനി വരും മണിക്കൂറുകളിൽ നടക്കാനിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഷീജ, ഇവിടെ അയ്യപ്പന്റെ മുതല് സ്വർണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തുന്നതിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തിയത് ഈ മുരാരി ബാബു അല്ലേ? ഈ മുരാരി ബാബു അല്ലേ സ്വർണ്ണപ്പാളി 2019 കൊണ്ടുപോയപ്പോൾ അത് ചെമ്പെന്ന് രേഖപ്പെടുത്തി ആ തട്ടിപ്പിന് ഏറ്റവും വലിയ പ്രതലമൊരുക്കിയത്? അതിനുശേഷം 2024 കൂടുതൽ സ്വർണം കടത്താൻ അവസരമൊരുക്കാൻ ശ്രമിച്ചതും ഇയാൾ തന്നെയല്ലേ? അതുകൊണ്ട് തന്നെ ഇയാളുടെ ഈ കസ്റ്റഡി, വരും മണിക്കൂറുകളിലുള്ള അറസ്റ്റ് ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമല്ലേ? തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ അടുത്ത ഘട്ടം ഏറെ നിർണായകം തന്നെയാണ്. കാരണം ഏറെ നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, അതിനുശേഷമുള്ള അറസ്റ്റിന് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതടക്കമുള്ള നടപടികൾ, ഏതായാലും നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലൂടെ തന്നെയായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമാനമായ രീതിയിൽ മുരാരി ബാബുവും കടന്നു പോകേണ്ടി വരിക. കാരണം കൃത്യമായിട്ടുള്ള തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. ആ രീതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം പൂട്ടിയതും ആ രീതിയിലാണ്. കാരണം തെളിവുകൾ നിരത്തിയാണ് അവർ ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊന്നും നിഷേധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും മുരാരി ബാബുവിന്റെയും ചോദ്യം ചെയ്യൽ ഇവിടെ നടക്കുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ആ രീതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഈ ചോദ്യം ചെയ്യൽ നടക്കുക. ആ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഏതായാലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുക. മനു, തീർച്ചയായും. അതായത് ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൂടിയുണ്ടല്ലോ. കാരണം രണ്ടുപേരുടെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം ഒന്ന് വേറെയാണല്ലോ ഷീജ. ഒരുപക്ഷെ അന്വേഷണ സംഘം ഈ സമയത്ത് തന്നെ അതിലേക്ക് കടന്നു കാണാൻ സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായും അതിന്റെ കൃത്യമായി അല്പസമയത്തിനകം തന്നെ അത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യൽ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികളാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആ രീതിയിൽ പുറത്തേക്ക് വരില്ല എന്നുള്ള കാര്യം നമുക്ക് ഇവർക്കും അറിയുന്നതാണ്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് എത്രയും വേഗം തന്നെ ചോദ്യം ചെയ്യൽ നടപടികൾ പ്രത്യേക അന്വേഷണ സംഘം ആരംഭിക്കും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ ഈ മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ അത് തന്നെയാണ് ഈ കേസിൽ ഏറെ നിർണായകമാവുക എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധി കാര്യങ്ങൾ ഇതിനകം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് ആ കാര്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമ്മതിക്കേണ്ടി വന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ തുടർ നടപടി എന്ന രീതിയിൽ മുരാരി ബാബുവിനെ കൂടി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ഇവർ അതിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. മനു, ഷീജ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ആദ്യഘട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചതിന് തൊട്ട് പിന്നാലെയാണല്ലോ ഈ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതായത് അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ പ്രതിപട്ടികയിലുള്ള കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ വളരെ വേഗത്തിൽ കടക്കുന്നു എന്നാണോ ഇപ്പോഴത്തെ ഈ മുരാരി ബാബുവിനെ കൊണ്ടുവന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ മറ്റും ഉദ്യോഗസ്ഥരിലേക്ക് കൂടി വേഗത്തിൽ തന്നെ കടക്കുക എന്നുള്ളതാണ്. മുരാരി ബാബുവിന്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിൽ തുടർ നടപടികൾ എത്രയും വേഗത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടിയുള്ള ആദ്യഘട്ട നടപടി കൂടിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന ആദ്യ ദേവസ്വം ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റു പ്രതികളിലേക്ക് കൂടി ആകെ 8 ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ഈ കേസിൽ പ്രതിപട്ടികയിലുള്ളത്. അതിൽ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, അതുപോലെ തന്നെ അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഉൾപ്പെടെയുള്ളവർക്കാണ് പ്രധാന പങ്ക് ഇതിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ 2 തിരുവാഭരണ കമ്മീഷണർമാർ അടക്കം ഈ പ്രതിപട്ടികയിലുണ്ട് എന്നുള്ളതും എടുത്തു കാണേണ്ടത് തന്നെയാണ്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായിട്ടുള്ള ഘട്ടങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണ
സംഘം കടന്നിരിക്കുന്നു. ഷീജ, ഒരു കാര്യം കൂടി അറിയാനുണ്ട്. അത് മുരാരി ബാബുവിന്റെ അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള തെളിവെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ചും ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈയിലൊക്കെ പോകണമല്ലോ, ശബരിമലയിൽ പോകണമല്ലോ, അവിടെയാണല്ലോ ഈ സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണ സംഘം ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എപ്പോൾ പോകും? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റുന്നുണ്ടോ? നിലവിലേതായാലും അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഈ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമാനമായ രീതിയിൽ തന്നെ മുരാരി ബാബുവിന്റെയും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്ന് കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അതേ തുടർന്നായിരിക്കും ഏതായാലും ഇനിയിപ്പോൾ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 4 ഇടങ്ങളിൽ എത്തിച്ചാണ് ഇപ്പോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പ് നടത്തേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ഇടങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ശബരിമലയാണ്. ശബരിമലയെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം വരെ രാഷ്ട്രപതിയുടെ സന്ദർശനം കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി പോയതിനു ശേഷം മാത്രം അവിടെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി എന്നുള്ളതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മുരാരി ബാബു കൂടി അറസ്റ്റിലാകുന്നത്. ഏതായാലും ശബരിമലയിൽ എത്തിച്ച് സ്വാഭാവികമായും തെളിവെടുക്കും. അതിനുശേഷമുള്ളത് ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളാണ്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ്, അതോടൊപ്പം തന്നെ ഹൈദരാബാദിൽ നാഗേഷ് എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് നാഗേഷിനെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനൊപ്പം തന്നെ ബംഗളൂരുവിലാണ് അനന്ത സുബ്രഹ്മണ്യത്തിന്റെ ഇടമുണ്ടായിരുന്നത്. അവിടെ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് ഉണ്ടാകുന്നതായിരിക്കും. പക്ഷെ ആ തെളിവെടുപ്പ് ഇതിനുശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഓക്കെ, താങ്ക് യു ഷീജ. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മുരാരി ബാബു എന്ന് പറയുന്ന ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ശബരിമലയിൽ. അയാൾ കസ്റ്റഡിയിലായിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വൈകുന്നേരം പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് അയാളെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക ഓഫീസിൽ ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. ഇയാളെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. അതിനുശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണ സംഘം വെറുതെ ഇരിക്കുകയല്ല, വളരെ വേഗത്തിൽ അവരുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഘട്ടമെന്ന് പറയുന്നത്.